ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. ആളെ മനസ്സിലായില്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ, എ വെരി ഒറിജിനൽ റൈറ്റർ, എക്സെപ്ഷണലി ബ്രില്യന്റ്. ജീവനുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് തന്റേതായൊരു കഥാപ്രപഞ്ചത്തിന് ഇവിടെ പിറവി കൊടുത്തുകൊണ്ട് ഞാൻ ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ നേരെ കീഴിലുള്ള മറ്റൊരു ഉപദൈവം എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. ആ അവകാശപ്പെടൽ എന്ന് പറയുന്നത് ആ ജീവിതം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിക്കുന്ന ബാക്കി പത്രത്തിന്റെ പോലാണ്. ബഷീറിന് മരണമില്ല എന്ന് മലയാള ഭാഷയെ വിന്യസിക്കുന്ന തലമുറകൾ ഏറ്റുപറയുന്നതും അതുകൊണ്ടാണ്. പാത്തുമ്മ, പാത്തുമ്മ, എന്റെ പുസ്തകങ്ങൾ എവിടെ? പാത്തു, പാത്തുമ്മ, ഈ ഏടെ പോയി കിടക്കാണ്? ഇക്കാക്ക, എന്താ കിടന്ന് വിളിച്ചു കൂവുന്നത്? എന്റെ പുസ്തകങ്ങൾ എവിടെ? നിങ്ങൾക്കിപ്പോ എന്തിനാ പുസ്തകങ്ങള്? എനിക്ക് എന്റെ കഥാപാത്രങ്ങളെയൊക്കെ ഓർക്കാനായിരുന്നു പാത്തു. എന്തോന്ന് കഥാപാത്രങ്ങള്? അല്ല, കഥാപാത്രങ്ങളെ ഓർക്കാൻ എന്തിനാ പുസ്തകം? ഇക്കാക്ക തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. ആ, ഞാൻ ഓർക്കുന്നു. എനിക്ക് മജീദിനെയും സുഹറയും ഓർമ്മ വരുന്നു. ഏത് മജീദ്, ഏത് സുഹറ? നിനക്ക് ഞാൻ പറഞ്ഞു തരാം സുഹറയും മജീദിനെയും പറ്റി. എന്റെ വീട് ഓടിട്ടാണല്ലോ. ആ മാവ് എനിക്ക് കേറാൻ അറിയാലോ. ആരാ മുഴുത്ത 2 മാമ്പഴം ഞാനാ മുന്നം കണ്ടത്. ഓ, മിഷട്ട് കടിക്കുമല്ലേ? മിഷട്ട് കടിച്ചാലും എന്റെ ആടിനെ കണ്ടിരുന്നോ? ഓ, നിന്റെ ഒരാട്. ആട് അതെന്റെ വല്ല പുസ്തകം തിന്നുന്നുണ്ടാവും. ഓ, പിന്നെ ആട് പുസ്തകം തിന്നതല്ലേ? നിനക്ക് ഓർമ്മയില്ലേ ആടെന്റെ പുസ്തകം തിന്നത്? എനിക്ക് ഓർമ്മയില്ല. എന്നാൽ വാ, ഓർമ്മിപ്പിച്ചു തരാം. ഉമ്മ, പാത്തുമ്മ, ഓടി വാ. ഈ ആട് ചെയ്ത് വെച്ചേക്കണത് കണ്ടോ? എന്താ മോനെ? ഉമ്മ, ഇത് കണ്ടേക്കണോ? അല്ല പഠിച്ചോനെ. പാത്തുമ്മ, എന്റെ ആട് എന്റെ പുസ്തകങ്ങളെല്ലാം തിന്നേക്കണേ. ഇതിനെ ഇപ്പൊ കൊണ്ടേക്കണോ? എന്റെ ആടൊന്ന് പെറ്റോട്ടെ, എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. കണ്ടോ നിന്റെ ആടെന്റെ പുസ്തകം തിന്നത്? അതിനെ കൊന്ന് ഞാൻ ഇന്ന് ജയിലിൽ പോകും. ഓ, പിന്നെ ജയിലെന്താ സുഖമാണെന്നാണോ നിങ്ങളുടെ വിചാരം? എന്താ പാത്തു, നിനക്ക് കാണണോ ജയിലിൽ എന്താ നടക്കുന്നത് എന്ന്? വാ, കാണിച്ചു തരാം. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്നാലുണ്ട് കാക്ക, ജയിലിലിപ്പോ റോസാപ്പൂവും പ്രേമലേഖനവും ഒക്കെ ആണല്ലോ കൊടുക്കുന്നത്. പ്രേമലേഖനം ഇല്ല പാത്തു, റോസാപ്പൂ. അപ്പൊ പ്രേമലേഖനം എവിടെ പോയി? പ്രേമലേഖനം ഇതാ ഈ മതിലിന്റെ അപ്പുറത്ത്. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായൊരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. സാറാമ്മേ, എനിക്കൊരു മറുപടി തരൂ. കേശവൻ നായർക്ക് എന്താ വേണ്ടേ? എന്നെ ഒന്ന് പ്രേമിക്കാവോ? പ്രേമിക്കാലോ, അതിന് ശമ്പളം ഉണ്ടോ? സാറാമ്മയ്ക്ക് എല്ലാം തമാശയാണ്. പാത്തു, എങ്ങനെയുണ്ട് നമ്മുടെ പ്രേമലേഖനം? കൊള്ളാവോ? ഓ, എന്തോന്ന് പ്രേമലേഖനം, ഞമ്മക്കൊന്നും വേണ്ടേ? പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് പൂവമ്പഴം. പാത്തു, ഇജ്ജ് എന്താ പൂവമ്പഴത്തില് ജമീല് കളിക്കുക? ഏത് പൂവമ്പഴത്തിലെ ജമീല? അനക്കറിയില്ല ജമീലാനെ? വാ, കാണിച്ചു തരാം. ജമീല, ജമീല. എന്റെ പഠിച്ചോനെ, നിങ്ങളെന്താണ് ഈ കൊലത്തില്? ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ. ഈ പാതിരാത്രി വരെ നിങ്ങൾ എവിടെയായിരുന്നു? എന്റെ ജമീല,
ഇവിടുത്തെ അങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു. ഞാൻ പുഴക്കക്കരെ പോയി പൂവമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കണ്. ഇജ്ജൊറ്റക്കാണല്ലോ എന്ന് ഓർത്തപ്പോ പുഴ നീന്തിങ്ങ് പോന്നു. നല്ല ഒഴുക്കുണ്ടായിരുന്നു. കൊറേ ബുദ്ധിമുട്ടി. പക്ഷേങ്കില് ഈ പൊതിയും നമ്മ പിടുത്തം വിട്ടില്ല. ദാ കഴിച്ചോളി. ഹായ്, പൂവമ്പഴം. ഇതെന്താ ഇത്? ഓറഞ്ച്. പൂവമ്പഴത്തേക്കാൾ നല്ലതാ. എനിക്ക് വേണ്ട. പാതിര വരെ എവിടെങ്ങാണ്ട് തെണ്ടി നടന്നിട്ട് മനുഷ്യനെ ആശിപ്പിച്ചിട്ട്. ജമീല, ഞാൻ പറഞ്ഞ സത്യ. പൂവമ്പഴം എവിടെ കിട്ടാനില്ലായിരുന്നു. ഞാൻ കൊറേ തെരഞ്ഞതാ. വേണ്ട, എന്നോട് നോണ പറയണ്ട. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. പൊന്നും പണമൊന്നല്ലല്ലോ, 2 പഴം കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനൊന്നും പറയല്ല ജമീല. നീ ഓറഞ്ച് കഴിക്കി. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ടെങ്കില് എവിടാന്ന് വെച്ചാ കൊണ്ടേ കൊടുത്തോളി. ഇനി പൂവമ്പഴം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല. ഓ, ഇതാണ് നിങ്ങളെ പൂമ്പായത്തിലെ ജമീല. എന്തേ അണക്ക് പിടിച്ചില്ലേ ഓളെ? നിങ്ങളൊരു ജമീലയും സൈനബയും കുറെ സ്ത്രീ കഥാപാത്രങ്ങളും കുറെ പിടിവാശിക്കാരി പെണ്ണുങ്ങളും. ആ പറഞ്ഞത് നേരാ. പക്ഷേ ഇമ്പളെ സൈനബ അങ്ങനെയല്ല ട്ടോ. ഓളൊരു പാവ മുച്ചിട്ടു കളിക്കാരന്റെ മകൾ സൈനബ. ഒന്ന് മാറി നിക്കോ, ഞമ്മളൊന്നങ്ങോട്ട് പോയിക്കോട്ടെ. ഒന്നും കാണണില്ലല്ലോ ഈ ഇരുട്ടത്ത്. ഇതെന്താ ഇവിടെ എല്ലാരും ഇങ്ങനെ ഇരുട്ടത്ത് കുത്തിരിക്കണ്? അതെ, ഒന്ന് ലൈറ്റ് ഇടുവോ? ഞാൻ വരാനിത്തിരി വൈകിപ്പോയി. എല്ലാവരും നേരത്തെ വന്നല്ലേ. ഷോ, ഒന്നും വിചാരിക്കരുത് ട്ടോ. എന്താ ഇയാള് ഞമ്മളെങ്ങനെ സൂക്ഷിച്ചു നോക്കണ്? എന്നെ മനസ്സിലായില്ല? ഞമ്മളെ സൈനബ. ഹാന്ന്, അതന്നെ, മുച്ചീട്ട് കളിക്കാരന്റെ മകളിലെ സൈനബന്നെ. അല്ലോ, ബാപ്പല്ല പോണത്. മൂപ്പര് ഇവിടെ എത്തിന്റെ റബ്ബേ. ഇതെപ്പോഴേനി കാണണ്ട. അതാ പുറത്തേക്ക് പോകണ്. ഹാവൂ, സമാധാനായി. പോയിക്കോട്ടെ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്. പൂക്കളിൽ റാണിയായി